ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്നൊരു ഇംഗ്ലീഷ് പ്രയോഗമുണ്ട്. ഇവിടെയും ചിലതൊക്കെ ചീഞ്ഞു നാറുന്നു എന്ന് സാധാരണ ജനങ്ങൾ സംശയിച്ചാൽ ആ സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് ജനായത്ത ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒന്നിനു പിറകെ മറ്റൊന്നായി വിവാദങ്ങൾ വരുമ്പോൾ അതിനെയെല്ലാം ന്യായീകരിക്കാൻ നിൽക്കാതെ അതിലെ പാളിച്ചകളെന്ത്, പോരായ്മകളെന്ത് എന്ന് തുറന്നു പറയാനും അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്ന് ജനങ്ങളോട് പറയാനും കഴിയേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ആ മുന്നണി പിന്തുണയ്ക്കുന്ന സർക്കാരിനുമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും ഒടുവിലത്തെ വിവാദം എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ എക്സ്ക്ലൂസീവ് അഭിമുഖം. അത് അച്ചടിച്ചു വന്നപ്പോൾ തന്നെ അത് വൻ വിവാദമായത് മാത്രമല്ല, താൻ അങ്ങനെ പറയാത്ത കാര്യങ്ങൾ ഹിന്ദുവിലെ അഭിമുഖത്തിൽ അച്ചടിച്ചു വന്നു. അതിന് വിശദീകരണം വേണം, അതിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുകയും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ദ ഹിന്ദുവിൻ്റെ എഡിറ്റർക്ക് കത്തയക്കുകയും അതിൻ്റെ പിറ്റേന്ന് ദ ഹിന്ദു ദിനപത്രം അവരുടെ വിശദീകരണം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ കുഴഞ്ഞുമറിയാൻ തുടങ്ങിയത്. ഹിന്ദു ദിനപത്രം നേരിട്ടെടുത്ത ഒരു ഇന്റർവ്യൂ അല്ലെന്നും ഒരു PR ഏജൻസി, കിസൻ എന്ന് പറയുന്ന ഡൽഹി കേന്ദ്രീകരിച്ച ഒരു PR ഏജൻസിയാണ് ഈ ഇന്റർവ്യൂ, മുഖ്യമന്ത്രിയുടെ അഭിമുഖം തരപ്പെടുത്തി കൊടുത്തതെന്നും ദ ഹിന്ദു തന്നെ അവരുടെ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും ഗുരുതരമായ വിഷയമായിട്ട് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി താൻ പറഞ്ഞില്ല എന്ന് പറയുന്ന 2-3 വാചകങ്ങൾ ഈ അഭിമുഖത്തിന്റെ ഭാഗമായിട്ട് വരണം എന്ന് പറഞ്ഞ് PR ഏജൻസി കൃത്യമായി എഴുതി ദ ഹിന്ദുവിനെ റിപ്പോർട്ടറെ ഏൽപ്പിച്ചു എന്നും ദ ഹിന്ദു വെളിപ്പെടുത്തുന്നു. അത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. അപ്പോൾ ദ ഹിന്ദുവിനെ മാത്രം കുറ്റം പറയാൻ നമുക്ക് കഴിയില്ല. ഈ അഭിമുഖത്തിന് ഇടനിലക്കാരായി നിന്നത് ഒരു PR ഏജൻസിയാണ്. ആ PR ഏജൻസി മുഖ്യമന്ത്രി ദ ഹിന്ദുവിൻ്റെ റിപ്പോർട്ടറോട് പറയാത്തത് പിന്നെ എഴുതി കൊടുത്തത് എന്തിനാണ്? അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടെയാണോ? ആരാണിതിൽ ഇത്തരം താല്പര്യം കാണിച്ചത് എന്നൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. ജനങ്ങളുടെ മനസ്സിലെ സംശയങ്ങൾ ദൂരീകരിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇവിടെ 1-2 കാര്യങ്ങൾ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഞങ്ങളിവിടെ ആരെയും അന്ധമായിട്ട് ന്യായീകരിക്കാനില്ല. ദ ഹിന്ദു ദിനപത്രത്തെയോ മുഖ്യമന്ത്രി പിണറായി വിജയനെയോ PR ഏജൻസിയെയോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയോ വിശദീകരണം ആവശ്യപ്പെട്ട ഓഫീസിനെയോ ആരെയും അന്ധമായിട്ട് ന്യായീകരിക്കാൻ ഞങ്ങളില്ല. നടന്നതിൻ്റെ നാൾ വഴി ഞങ്ങൾ പ്രേക്ഷകരോട് പറയുകയാണ്. പ്രേക്ഷകർ വിലയിരുത്തുക, ഇതിലെന്താണ് സംഭവിച്ചത്. ഒന്ന്, മുഖ്യമന്ത്രി കോഴിക്കോട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ഭേദപ്പെടുത്തി വ്യത്യാസപ്പെടുത്തിയിട്ട് അതാണ് ദ ഹിന്ദുവിലെ ഇന്റർവ്യൂവിലെ ഈ എഴുതി ചേർത്ത ഭാഗമായിട്ട് PR ഏജൻസി കൊടുത്തതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എന്തായിരുന്നു കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ? അതിൻ്റെ ആ പ്രധാന ടെക്സ്റ്റ് ഇങ്ങനെയാണ്: 3 വർഷമെടുത്താൽ സംസ്ഥാനത്ത് 147.79 കിലോ സ്വർണം പിടികൂടി. 3 വർഷക്കാലം, ഈ കഴിഞ്ഞ 3 വർഷം ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പിടികൂടിയത് 124.47 കിലോ സ്വർണമാണ്. 2020 മുതൽ സംസ്ഥാനത്താകെ 122.5 കോടിയുടെ ഹവാല പണമാണ് പോലീസ് പിടിച്ചെടുത്തത്. അതിൽ 87.22 കോടി മലപ്പുറത്ത് നിന്നാണ്. കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണവും ഹവാല പണവും വരുന്നു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കർക്കശമായി തടയുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിൽ മലപ്പുറം ജില്ല എന്ന പ്രയോഗമുണ്ട്. നമ്മളത് നിഷേധിച്ചിട്ട് കാര്യമില്ല. അതായത് മലപ്പുറം ജില്ലയിൽ മാത്രം പിടികൂടിയത് എന്ന് പറയുമ്പോൾ
അത് മലപ്പുറം ജില്ല എന്ന് തന്നെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതിനുശേഷമാണ് ആ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ സ്വർണം കൂടുതൽ പിടിക്കാൻ കാരണം കരിപ്പൂർ താവളം വഴി സ്വർണവും ഹവാലാപ്പണവും വരുന്നു. ഏറ്റവും കൂടുതൽ സ്വർണവും ഹവാലാപ്പണവും കരിപ്പൂർ വഴി വരുന്നു എന്ന് അതിനനുബന്ധമായിട്ട് മുഖ്യമന്ത്രി പറയുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി മലപ്പുറം ജില്ല എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അത് നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷേ അതിൻ്റെ താഴെ തന്നെ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്, ഇത് കരിപ്പൂർ വഴി വരുന്നതാണ്, അതുകൊണ്ടാണ് ഇത്രയും മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരു വലിയ കണക്ക് വന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ അത് അംഗീകരിക്കണം. അല്ലാതെ കാടടച്ച് വെടിവെച്ച് കരിപ്പൂര് പരാമർശിക്കാതെ മലപ്പുറം ജില്ലയിൽ എന്ന് മാത്രം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുമില്ല. ഇതാണ് ഇതിൻ്റെ വസ്തുത. നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കാതിരിക്കുക. കൃത്യമായിട്ട് CM മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് എന്ന് വായിക്കുക, അറിയുക. എങ്കിലേ സത്യമറിയാൻ സാധിക്കുള്ളൂ. ഇനി ദ ഹിന്ദു പത്രത്തിൽ വന്നത് എന്താണ്? PR ഏജൻസി കൂട്ടിച്ചേർത്ത് കൊടുത്ത കൂട്ടിച്ചേർക്കൽ എന്താണ്? അത് കൂട്ടിച്ചേർത്താണ് CM ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ് എന്ന് ദ ഹിന്ദു മുഖ്യമന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി PR ഏജൻസിയാണ് അവരുടെ നിലപാട്, അവരെന്താ കാട്ടിക്കൂട്ടിയെന്ന് പറയേണ്ടത്. അതും പറയണം, കാരണം ഇത് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ഇത് ദ ഹിന്ദുവിൽ വന്നത് ഇതാണ്. അതിൻ്റെ പരിഭാഷ മലയാളീകരിച്ച് പറയുക, അതിൻ്റെ ഇംഗ്ലീഷ് കോപ്പിയല്ല, അതിൻ്റെ മലയാള പരിഭാഷ ഏകദേശ പരിഭാഷ പറയുകയാണ്. കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ മലപ്പുറം ജില്ലയിൽ നിന്നും സംസ്ഥാന പോലീസ് 150 കിലോ സ്വർണവും 123 കോടി രൂപയുടെ ഹവാല പണവും പിടിച്ചിട്ടുണ്ട്. സംസ്ഥാന വിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഈ പണം കേരളത്തിലേക്ക് വരുന്നത്. ഈ ഇന്റർവ്യൂവിലും CM അതുപോലെ പത്രവും ദ ഹിന്ദുവും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും PR ഏജൻസി എഴുതി കൊടുത്തതാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കാര്യങ്ങൾ വ്യക്തം. ഇവിടെ വരുന്ന പിശക്, ഈ PR ഏജൻസി ഉത്തരം പറയേണ്ടുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മുഖ്യമന്ത്രി കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ 147.79 കിലോ സ്വർണം പിടികൂടിയ കാര്യം പറയുമ്പോൾ PR ഏജൻസി ദ ഹിന്ദുവിനെ കൂട്ടിച്ചേർക്കാൻ എഴുതി കൊടുത്തതിനകത്ത് എങ്ങനെയാണ് 150 കിലോ സ്വർണം എന്ന് വന്നത്? അതാര് പറഞ്ഞിട്ടാണ് വന്നത്? എങ്ങനെയാണ് 147.79 കിലോ 150 കിലോ ആകുന്നത്? അത് മലപ്പുറം ജില്ലയുടെ തലയിൽ മാത്രം അത് കെട്ടിവെക്കുന്നത് PR ഏജൻസി. അതെന്തിനാണ്? അതൊരു ചോദ്യമാണ്, അതിന് ഉത്തരം വേണം. 2, 123 കോടി രൂപയുടെ ഹവാലപ്പണം മലപ്പുറത്തു നിന്ന് പിടിച്ചു എന്ന് PR ഏജൻസി കൂട്ടിച്ചേർക്കൽ ദ ഹിന്ദുവിന് കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഒറിജിനൽ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് 87.22 കോടി രൂപ മലപ്പുറത്ത് നിന്നാണ് എന്നാണ്. ഇത് 122 കോടിയില് 122.5 കോടി ഹവാല പണത്തിൽ 87.22 കോടി മലപ്പുറത്ത് നിന്നാണ് എന്നാണ് CM വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതെങ്ങനെയാണ് PR ഏജൻസിയുടെ വകയായിട്ട് 123 കോടി രൂപയുടെ ഹവാല പണം മലപ്പുറത്തു നിന്ന് പിടിച്ചു എന്നാക്കിയത്? അപ്പോൾ ഇവിടെ സത്യവിരുദ്ധമായ, വസ്തുതാവിരുദ്ധമായ, വാസ്തവിരുദ്ധമായ കാര്യങ്ങൾ PR ഏജൻസി ദ ഹിന്ദുവിന്റെ റിപ്പോർട്ടർ കൈമാറുകയും ഹിന്ദു അതുകൂടി ആഡ് ചെയ്തുകൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് എക്സ്ക്ലൂസീവ് അഭിമുഖമായിട്ട് പിണറായി വിജയന്റെ കേരള മുഖ്യമന്ത്രിയുടെ അഭിമുഖം കൊടുത്തിരിക്കുന്നത് എന്ന് വ്യക്തം. അപ്പൊ ഇവിടുത്തെ ഒന്നാം പ്രതി ആരാണ്? PR ഏജൻസിയാണ്. ഈ PR ഏജൻസിയെ നിയോഗിച്ചത് ആരാണ്? അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടെയാണോ? മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ അറിഞ്ഞു? ഈ കൊടുത്ത അഭിമുഖം കൂടാതെ ഇത് കൂട്ടിച്ചേർക്കലിന് ഈ ഹവാല പണത്തിന്റെയും സ്വർണം പിടിച്ചതിന്റെ കണക്ക് കൊടുക്കാൻ ആരാണ് PR ഏജൻസിയോട് ആവശ്യപ്പെട്ടത്? അതേത് ഉന്നതനാണ് ആവശ്യപ്പെട്ടത്? ആവശ്യപ്പെടാതെ കൊടുക്കുമോ? പിന്നെ ദ ഹിന്ദുവിന്റെ ഒരു ജൂനിയർ ഡെപ്യൂട്ടി എഡിറ്റർ മാത്രം അറിഞ്ഞിട്ട് ഈ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെടുമോ? ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ തലപ്പത്തിരിക്കുന്ന ആരെങ്കിലും വ്യക്തമായി അതിനെപ്പറ്റി അറിയാവുന്ന അവരുടെ നിർദ്ദേശപ്രകാരമാണ് വളരെ പ്രാധാന്യത്തോടെ ദ ഹിന്ദുവിന്റെ ഡൽഹി എഡിഷനിലും കേരള എഡിഷനിലും അതീവ പ്രാധാന്യത്തോടെ പിണറായി വിജയന്റെ കേരള മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നടന്ന സംഭവങ്ങൾ, ഇതിന്റെ പിന്നാമ്പുറങ്ങൾ
ഇതിന് പിന്നിൽ കളിച്ചവരാരാണ്? അവസാനം മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പറയാത്ത കാര്യം ഹിന്ദു അഭിമുഖത്തിൽ വന്നിരിക്കുന്നു, അത് വിശദീകരണം വേണം. വിശദീകരണം അവർ നൽകി. അപ്പോഴാണ് കുടം തുറന്നൊരു പുതിയ ഭൂതം പുറത്തിയാടുന്ന ഒരു PR ഏജൻസി. ഇതിന്റെ വസ്തുതകൾ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ഞങ്ങളുടെ നിലപാടതാണ്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കണം. PR ഏജൻസി അവരുടെ നിലപാട് വ്യക്തമാക്കണം. ദ ഹിന്ദു അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത് അവർ പറഞ്ഞു കഴിഞ്ഞു. ബാക്കി കാര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. അതിനുവേണ്ടി കേരള ജനത കാത്തിരിക്കുകയാണ്. ജനങ്ങളെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ പാടില്ല. ഇത്തരം വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി രണ്ടാം പിണറായി സർക്കാരിനെ ഇങ്ങനെ വിടാതെ പിന്തുടരുമ്പോൾ അതെല്ലാം ദൂരീകരിച്ച് സംശയ നിവാരണം നടത്തി മുന്നോട്ട് പോകേണ്ടത് ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്.